അപ്പോ ക്രിക്കറ്റൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി സിനിമാ ലോകത്ത് നിന്ന് സംഭവിച്ചത്, സിനിമയിൽ എന്തോരം നല്ല സിനിമ ഇറങ്ങിയ കൊല്ലോടാ 2025. ഒരുപാട് എനിക്ക് അത് എല്ലാ ഭാഷയിലും ഇറങ്ങി. അത് ഇംഗ്ലീഷിലെ നല്ല നല്ല സിനിമകളുണ്ടോ? നമ്മളിപ്പോ അവസാനം അവതാർ പോയി കണ്ടായിരുന്നു. അവതാർ 3 ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു. ലൈക്ക് മിഡ്സ്റ്റ് ഓഫ് ഓൾ ദീസ് ബാഡ് റിവ്യൂസ് ദാറ്റ് ഐ ഹാവ് സീൻ ഓൺലൈൻ, എനിക്ക് പടം വർക്കായി. എനിക്കും വർക്കായി ഗൈസ്. പക്ഷെ എനിക്ക് വർക്കായതിൽ എനിക്ക് അത്ര പറഞ്ഞില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഐ ഹാവ് ഓൾവേസ് ബീൻ എ ഫാൻ ഓഫ് അവതാർ ഫ്രാഞ്ചൈസി. അപ്പൊ എനിക്ക് എല്ലാ പടങ്ങളും ഇഷ്ടമായിരുന്നു അവതാറിന്റെ. ലൈക്ക് എവരി മൂവി, ലൈക്ക് സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാതിരുന്നപ്പോഴും എനിക്ക് പടം ഇഷ്ടമായിരുന്നു. എനിക്ക് അതുകൊണ്ട് തേർഡ് പാർട്ടും ഭയങ്കര വർക്കായി. നോട്ട് എ ഡൈ ഹാർഡ് ഫാൻ ഓഫ് അവതാർ. പക്ഷെ എല്ലാവരും ഈ പറഞ്ഞ ഒരുപാട് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞുകൊണ്ട് ഞാനപ്പോ ഓക്കെ സാധാ ഒരു പടമായിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റില്ല. പക്ഷെ ഞാൻ ഒരു സെക്കൻഡ് പോലും ഞാൻ ആ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കുകയോ ലൈക്ക് ഐ വാസ് കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ഇൻ ദാറ്റ് മൂവി ഫോർ ദ ഫുൾ ടൈം. സിമിലർലി അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു F1 സെയിം ആയിരുന്നു. ഭയങ്കരമായിട്ട് പിടിച്ചെടുത്തൊരു സിനിമയായിരുന്നു. പക്ഷെ ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഞങ്ങൾ കണ്ടത് ഐമാക്സിലാണ്. ലൈക്ക് അവതാർ കണ്ടത് 3D IMAX, പിന്നെ F1 കണ്ടതും ഐമാക്സിൽ കാണുമ്പോൾ പ്രത്യേകിച്ച് ലൈക്ക് നമ്മൾ കുറച്ചുകൂടെ ഇൻഡെപ്ത് നമ്മൾ സിനിമയിലോട്ട് കയറി ചെല്ലും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് F1 അവതാറും വാസ് വൺ ഓഫ് അവർ ഫേവറേറ്റ് പിക്സ് ഓഫ് 2025. അത് ഇംഗ്ലീഷിൽ. പക്ഷെ മലയാള സിനിമയെ വെച്ച് നോക്കുകയാണെങ്കിൽ മലയാള സിനിമയ്ക്ക് ഹ്യൂജ് ഇയർ ആയിരുന്നു 2025. അത് റെക്കോർഡ് സെറ്റ് അനദർ ചെറിയ റെക്കോർഡൊന്നുമില്ല. കാര്യം ഇപ്പൊ ഈവൻ എന്തൊക്കെ പറഞ്ഞാലും എമ്പുരാൻ ഈ പറഞ്ഞ പോലെ കുറെ പേർക്ക് വർക്കായി, കുറെ പേർക്ക് വർക്കായില്ല. ഞങ്ങൾ അതിനെ പറ്റി ഒരു ചെറിയ വീഡിയോ ചെയ്തായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പടം കളക്ഷൻ എടുത്തു. പടം ചെറിയ കളക്ഷൻ ഒന്നല്ല എടുത്തേക്കുന്നത്. പടം ഓൾമോസ്റ്റ് 268. പടം ലൈക്ക് ടിൽ ദെൻ ആ സമയത്ത് മഞ്ഞുമലിന്റെ റെക്കോർഡായിരുന്നു. മഞ്ഞുമൽ റെക്കോർഡ് വെട്ടിച്ചിട്ട് എമ്പുരാൻ സെറ്റ് അനദർ റെക്കോർഡ് ഓഫ് 268 crores. ഒരുപാട് നെഗറ്റീവ് റിവ്യൂ വന്നു. പക്ഷെ എന്നാലും പീപ്പിൾ ഗോ വാച്ച് ലാലേട്ടൻ ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് എന്താണ് മൂവി എന്താണ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഒരു നല്ലൊരു പടം ലാലേട്ടൻ്റെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അറിയാലോ, ഒരു ചെറിയൊരു നല്ല റിവ്യൂ ആരെങ്കിലും ഒരാൾ പറഞ്ഞു കേട്ടാൽ തന്നെ ഹൗസ്ഫുൾ ആവും. ലാലേട്ടൻ ദ പവർ ദാറ്റ് ഹി ഹാവ് അറൗണ്ട് എമംഗ് മലയാളം ഇൻഡസ്ട്രി ആൻഡ് മലയാളം നിലവിൽ ഇപ്പൊ ഇന്ത്യൻ ഓഡിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഓൾ ത്രൂ ഔട്ട് ഇന്ത്യ എമ്പുരാന് ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം തന്നെ പുള്ളിക്കന്നെ തുടരും ഇറങ്ങി. സർപ്രൈസിംഗ്ലി തുടരും ഭയങ്കര രസമുണ്ടായിരുന്നു. തുടരും അടിപൊളിയായിരുന്നു ഗൈസ്. തുടരും ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. കാര്യം തുടരുടെ എൻഡിങ് ഭയങ്കര സാഡ് ആയിട്ടുള്ള എൻഡിങ് ആണ്. എനിക്ക് എപ്പോഴും റീവാച്ച് ചെയ്യാൻ പറ്റില്ല സാഡ് ആയിട്ടുള്ള എൻഡിങ് ഉള്ള സിനിമകൾ. പക്ഷെ ലാലേട്ടൻ അതിനകത്ത് പോർട്രേ ചെയ്തേക്കുന്നുണ്ടല്ലോ, അത് ടിപ്പിക്കൽ വിന്റേജ് ലാലേട്ടന്. അത് ചെറുതായിട്ടല്ല കാണിച്ചത്, അത് നല്ല രസമായിട്ടാണ് കാണിച്ചത്. ഇപ്പൊ നമ്മള് എംപുരാൻ ഇറങ്ങിയ സമയത്ത് വി നോ വാട്ട് എന്താണ് പൃഥ്വിരാജ് എന്താണ് ലാലേട്ടനെ വെച്ചിട്ട് ഓൾറെഡി ലൂസിഫറിൽ കാണിച്ചെന്ന് നമുക്ക് എവരിബഡി നോ. അപ്പോൾ പൊതുവെ എങ്ങനെ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനെ പോലുള്ളൊരു വലിയൊരു ആക്ടറിന്റെ ഡേറ്റ് ഒരു ബഡ്ഡിങ് ഡയറക്ടറിന് കിട്ടുന്ന സമയത്ത് ദേ സ്റ്റാർട്ട് ടു ആ സ്റ്റോറി പുള്ളിക്കാരൻ, അതായത് ലാലേട്ടനെ റിവോൾവ് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ പടത്തിന്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സാധനം നമ്മളെല്ലാം കണക്ട് ചെയ്യണം. ആ സാധനം അത് നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു. പക്ഷെ തുടരും തരുൺ മൂർത്തി ആ സാധനം നഷ്ടപ്പെടുത്താതെ ലാലേട്ടനെ വെച്ചിട്ട് നല്ലൊരു വെരി ക്ലാസിക് ആയിട്ടൊരു സിനിമ ചെയ്ത് അത് എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. തുടരും തുടരത്തിലെ എല്ലാവരും പറയുന്ന പോലത്തെ ആ ലാസ്റ്റത്തെ ചാട്ടം ഇൻ ജയിൽ, പോലീസ് സ്റ്റേഷനിലുള്ള ചാടിയുള്ള അടി, അതൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി ആ പരിപാടി. അപ്പോൾ അതും നല്ലൊരു ലാലേട്ടനെ സംബന്ധിച്ച് തുടരും വാസ് ആണ് ബാങ് ഓൺ ഹിറ്റ് and collected around 237 crores. Again ഒരു 200 crore ക്ലബിൽ കയറി. അങ്ങനെ അതും ഉണ്ടായി. പിന്നെ came another movie, ഹൃദയപൂർവ്വം. just an okay movie. അത് കുറെ പേർക്ക് ഇഷ്ടമായില്ല, കുറെ പേർക്ക് ഇഷ്ടമായി. പക്ഷെ എനിക്കൊന്നും ബോക്സ് ഓഫീസിൽ ഡിസാസ്റ്റർ അല്ല, പക്ഷെ നല്ലൊരു കളക്ഷൻ എടുത്ത സിനിമ, നല്ലൊരു കളക്ഷൻ എടുത്തൊരു പടമായിരുന്നു. അപ്പൊ അത് നല്ലൊരു പരിപാടി. Then let's go with ലോക പറയണ്ടെങ്കിൽ ആദ്യമായിട്ട് 300 കോടി ക്ലബിൽ കയറിയ റൈറ്റ് നൗ കേരളത്തിലെ ഏറ്റവും വലിയ കണക്ഷൻ കിട്ടിയ പടം ലോക. അത് ചെറിയൊരു അച്ചീവ്മെന്റ് അല്ല. അത് ഈവൻ അവരുടെ ഇപ്പൊ ഡയറക്ടേഴ്സ് അവരെല്ലാം പറഞ്ഞാലും ഈവൻ എമ്പുരാനാണ് തുടക്കം കുറിച്ചെന്ന് പറഞ്ഞാലും ലോകയ്ക്ക് അത്രയും വലിയ പ്രൊമോഷനോ അങ്ങനെ ലൈക്ക് ഒരു
പടം ഇറങ്ങിയതിന് ശേഷമാണ് അവർ പടം ഇറങ്ങിയതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊമോഷൻ വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇറക്കി തുടങ്ങിയത് വൃത്തിക്ക്. അത് കാര്യം ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ടത് ഓർക്കുന്നുണ്ട്. നമ്മുടെ സലിംകുമാറിന്റെ മോനും ചന്തുവും അവർ രണ്ടുപേരും ഇരുന്നിട്ടുള്ള നെസ്ലിനോടുള്ള ഒരു ഇന്റർവ്യൂ. ഫസ്റ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പോസ്റ്ററിൽ അവരുടെ ഫോട്ടോ കാണിച്ചാലേ പടത്തിന് ആള് കയറുള്ളൂ, അതുകൊണ്ടാണ് ലൈക്ക് സോ ബേസിക്കലി അതൊരു ഭയങ്കര ഫണ്ട് ഇന്റർവ്യൂ ആയിരുന്നു. അത്രയും മാത്രം പ്രൊമോഷൻ സത്യം പറഞ്ഞാൽ ലോകി കിട്ടിയില്ല. പക്ഷെ പടം ഇറങ്ങി കഴിയുമ്പോൾ പടം വർക്ക് ആയതും പടം കണക്ട് ആയതും ഒരുപാട് പേർക്ക് എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടോ ലോക. ഞാൻ നാട്ടിലായിരുന്നു. ഞാൻ 2 പ്രാവശ്യം തിയേറ്ററിൽ പോയി പടം കണ്ടു. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ OTT ഇറങ്ങിയപ്പോൾ പിന്നെയും കണ്ടു. ഹാപ്പി ആണുള്ളത്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റീവാച്ച് ചെയ്യാനുള്ള ഒരു പടമുണ്ട്. കാരണം അതിൽ കുറച്ച് എലമെന്റ് നമുക്ക് കണ്ടിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നല്ലേ, നമുക്ക് പിന്നെയും ഓരോ പ്രാവശ്യം കാണുമ്പോൾ ഓരോരോ സാധനം കിട്ടുന്നുണ്ട് ആ പടത്തുനിന്ന്, വിച്ച് ഈസ് അടിപൊളി. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് കേട്ടോ ഈ കൊല്ലം. ഞങ്ങള് മലയാളത്തിലും ഒരുപാട് സിനിമകൾ കണ്ടൊരു കൊല്ലമായിരുന്നു. ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങിയ കൊല്ലമാണ്. സ്പെഷ്യലായിട്ട് മെൻഷൻ പറയണമെങ്കിൽ നമുക്കിപ്പോൾ മമ്മൂട്ടിയുടെ ഇപ്പൊ ഈ അടുത്തിറങ്ങിയ കളംകാവൽ, മമ്മൂട്ടി ഈസ് ട്രൈങ് ഔട്ട് വേ ഡിഫറെന്റ് റോൾസ്. അത് ഇപ്പോൾ ഭയങ്കര ഭാഗ്യം ചെയ്തവരെ സത്യം പറയുന്നത് നമുക്ക് അഭിമാനത്തോടെ പറയാം നമ്മുടെ നാട്ടിൽ നിന്നാണ് ഈ 2 ലെജൻസ് മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന 2 ആക്ടേഴ്സ് ഉള്ളതെന്ന്. എവിടെ പോയിട്ടും നമുക്ക് അഭിമാനത്തോടെ നെഞ്ച് വിരിച്ചെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മേക്സ് റിയലി ഹാപ്പി. അത് പറയുന്ന സമയത്ത് മമ്മൂട്ടിക്ക് ഈ കൊല്ലം സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ബെസ്റ്റ് ആക്ടറിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതുപോലെ ബെസ്റ്റ് ആക്ട്രസിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ഷംല ഹംസ ഫെമിനിസ്റ്റ് ഫാത്തിമ അങ്ങനത്തെ ഒരു സിനിമയ്ക്കായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് won another award for best movie. അത് പറയാതിരിക്കാനൊന്നുമില്ല, അത് നല്ല സിനിമയാണ്, നല്ല പടമാണ്. അതൊരു പിന്നെ ദാദാ ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് കിട്ടി. അതിന്റെ വീഡിയോ എല്ലാവരും അതും ഭയങ്കരമായിട്ട് 2025 സർഫേസ് ചെയ്തൊരു വീഡിയോ ആണ്. പുള്ളിക്കാരൻ അവാർഡ് വാങ്ങിക്കാൻ പോകുന്ന വീഡിയോ, പുള്ളിക്കാരൻ പറയണ സ്പീച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് അതും ഭയങ്കര സ്റ്റാൻഡിങ് ഒവേഷൻ ഒക്കെ കെട്ടിപ്പോയിട്ട് അതും ഭയങ്കര ഒരു ഫൺ മൊമെന്റ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് എല്ലാവർക്കും ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു കിടിലൻ മൊമെന്റ് ആയിരുന്നു അത്. അതിനുശേഷം DSRA ഇറങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ അടുത്തൊരു ശരിക്കും പറഞ്ഞ വേറൊരു ഇപ്പൊ ബ്രഹ്മയുഗം, പുള്ളിക്കാരന്റെ എല്ലാ സിനിമകളും കണ്ട നമുക്കറിയാം. ഭൂതകാലം ആണെങ്കിലും ബ്രഹ്മയുഗം ആണെങ്കിലും there is a വെറൈറ്റി എലമെന്റ്, ഒരു ഹൊറർ എലമെന്റ് പുള്ളിക്കാരൻ കൊണ്ടുവരുന്ന ഒരു വേറൊരു രീതിയിലാണ്. അത് DSRAയിനകത്ത് നമ്മളെല്ലാവരും കണ്ടാണ്. കാര്യം ശരി, ആ പടത്തിനകത്ത് സത്യം പറഞ്ഞാൽ പേടിപ്പിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് ആകെ 4-5 ഷോട്ടേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് കാണിച്ചേക്കുന്ന വിഷ്വൽസും അതിനകത്ത് വെച്ചേക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒരു രക്ഷയില്ല. പടമുണ്ട്, പടത്തിൽ എന്തോ ചെയ്തിട്ടുണ്ട്, കാണാനുണ്ട്. അതുണ്ട് ആ പടം. പ്രണവ് മോഹൻലാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ വെച്ചിട്ട് പെർഫോമൻസ് വൈസ് പ്രണവ് മോഹൻലാലിന്റെ സത്യം പറഞ്ഞാൽ എന്തോ ലാക്ക് ചെയ്യണമെന്ന് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭേദപ്പെട്ടൊന്നല്ല, മുഖത്തൊക്കെ എക്സ്പ്രഷൻ വന്നുണ്ടല്ലോ പൊന്നളിയാ. കൊള്ളാം. അങ്ങനെ അത് നല്ല പരിപാടിയാണ്. പിന്നെ എന്തൊക്കെയാ സംഭവിച്ചത്? പിന്നെ മറ്റേതുണ്ട്. നമ്മൾ ലൈക്ക് ഈ പറയുന്ന സമയത്ത് 2025 അവസാനിക്കുമ്പോൾ നിവിൻ പോളിയുടെ സർവമായ പടം ഇറങ്ങി. ആൻഡ് ഭയങ്കര നല്ല റിവ്യൂ ആണ്. വി ഹാവൻറ്റ് വാച്ച് ദ മൂവി യെറ്റ്. പക്ഷേ എവരിബഡി സെയിങ് നിവിൻ ഹാസ് കം ബാക്ക് എന്നുള്ള പരിപാടി. ആൻഡ് ഐ ഹോപ്പ് ഹി ഡസ്. ഞങ്ങൾ ഇതുവരെ സിനിമ കണ്ടിട്ടില്ല. ഭയങ്കര പോസിറ്റീവ് റിവ്യൂ ആണ്. എല്ലാവരും എൻ്റെ ഒരു ഫ്രണ്ടിനൊക്കെ വിളിച്ചിട്ട് അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ നല്ലൊരു സിനിമ. അതായിരുന്നു അവന് ശരിക്കും. വേറെ റെസ്പോൺസ് ഒന്നുമില്ല. ആ പടം കൊള്ളാം, പടം പൊട്ടയാണ്, പടം കുഴപ്പമില്ല, നല്ലൊരു സിനിമ. ഈ ഒറ്റ വാക്കിൽ തീർന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാവും എന്താണ് കാണിച്ചു വെച്ചേക്കുന്നത്. സോ ഹാപ്പി ഫോർ നിവിൻ പോളി ആൻഡ് വെൽക്കം ബാക്ക് ടു മലയാളം ഫിലിം ഇൻഡസ്ട്രി. പൊളിയായിരിക്കട്ടെ. അടുത്ത കൊല്ലം ഇനിയും നല്ല നല്ല പ്രൊജക്ടുകൾ വരട്ടെ. ഇനി ഒരുപാട് പ്രൊജക്ടുകൾ വരുന്നുണ്ട് റോളിംഗ് ആയിട്ട്. എനിക്ക് തോന്നുന്നു ഇഫ് ഐ എം നോട്ട് റോങ് അൽഫോൺസ് പുത്രൻ ആൻഡ് നിവിൻ പോളി ഈസ് കമ്മിങ് ബാക്ക് അഗൈൻ. ആ ഹോൾ ആലുവ ടീം ഒരു പുതിയ പ്രൊജക്ട് ആയിട്ട് ഫെബ്രുവരിയിൽ ഇഫ് ഐ എം നോട്ട് റോങ് വരട്ടെ. അതും പൊളിക്കട്ടെ. അത് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ സങ്കടകരമായ കുറെ മരണങ്ങളും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ പറയത്തക്ക കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യേണ്ടത് ശ്രീനിവാസൻ. അത് മലയാള സിനിമയുടെ ഒരു മുത്തായിരുന്നു. അത് എത്രത്തോളം പറയാൻ പറ്റുമെന്ന് അറിയില്ല. കാര്യം പുള്ളിക്കാരൻ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട്, പുള്ളിക്കാരൻ കൊണ്ടുവന്ന ഒരു ഹ്യൂമർ, അത് ആ ഒരു ലെവൽ ഓഫ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സ്റ്റോറി ടെല്ലിംഗ്, ഇതെല്ലാം പുള്ളിക്കാരനെ വെട്ടാനായിട്ട് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് വേറെ ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ ചുമ്മാ സീനായിരുന്നു. ലൈക്ക് ഈവൻ ഓൾ ദീസ് മൂവീസ് ദാറ്റ് ഐ വാച്ച്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്രീനിവാസൻ.
സാറിൻ്റെ കുറേ വീഡിയോകൾ കുറേ സിനിമകൾ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആണ് പടങ്ങൾ. ലൈക്ക് യുനോ ഹീ നോസ് വേർ ടു എന്താണ് എവിടെ കൊട്ടണം എന്നറിയാം പുള്ളിക്കാരൻ, അവിടെ തന്നെ കൊട്ടും. അങ്ങനത്തെ കുറേ സിനിമകളുണ്ട്. ലൈക്ക് ഹ്യൂമർ ആണെങ്കിലും ഹൗ ഹി ഹാൻഡിൽസ് എവറിത്തിങ് അടിപൊളി. പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ ഹ്യൂമർ വെച്ചിട്ട് എല്ലാം ഈ പറയുന്ന പോലെ കൊള്ളേണ്ട അടുത്ത് കൊള്ളും. അതെ, അപ്പോൾ അത് വലിയൊരു നഷ്ടമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക്. പിന്നെ പി ജയചന്ദ്രൻ മരിച്ചുപോയി. അതിൻ്റെ ഒപ്പം തന്നെ കലാഭവൻ ഷാനവാസ്. യെസ്, അപ്പോൾ കുറച്ച് അധികം മരണങ്ങൾ സംഭവിച്ചു. പക്ഷേ യുനോ അങ്ങനെ 2025 സിനിമയെ സംബന്ധിച്ച് ഒരു നല്ലൊരു വർഷമായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറെ കലാകാരന്മാരെ നഷ്ടപ്പെട്ടു. പക്ഷേ 2026 കുറച്ചുകൂടെ നല്ലതാവട്ടെ, അടിപൊളിയാവട്ടെ, കുറച്ച് കുറെ നല്ല സിനിമകൾ വരട്ടെ. വേറൊരു സിനിമയെ പറ്റി മെൻഷൻ ചെയ്യാനുള്ളത് ഒരു ഹിന്ദി സിനിമയെ പറ്റിയാണ്, ദുരന്തർ. അതും ഈ പറഞ്ഞ പോലെ തന്നെ കുറെ നാളുകൾക്ക് ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോളിവുഡിൽ ഇറങ്ങിയ ഒന്നിളകി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പിടിച്ചു കുലുക്കാൻ പറ്റിയൊരു സിനിമ. കാര്യം അതുവരെയായിട്ട് ലൈക്ക് ദേ ആർ ഡൂയിങ് റിയലി ബാഡ് ടു ബി ഓണസ്റ്റ്. പക്ഷെ ദുരന്തർ ഈസ് റിയലി ഗുഡ്. ആൻഡ് അങ്ങനെ പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ ഇനി 2026 കുറച്ചുകൂടെ അടിപൊളി പ്രൊജക്ട്സ് വരട്ടെ. ആൻഡ് ഈ ലോകത്തുള്ള എല്ലാവരും മലയാള സിനിമയും പിന്നെയും പുകഴ്ത്താൻ പറ്റട്ടെ. അതായത് ലോകത്ത് മുഴുവൻ എത്തട്ടെ. ഇപ്പൊ ഇന്ത്യയല്ലേ, നമുക്ക് ലോകം മുഴുവൻ എത്തിക്കട്ടെ. മലയാള സിനിമ വളരട്ടെ, അത്രയും അടിപൊളി വളരട്ടെ.